ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമായാൽ ആ കുടുംബം നല്ല ഐശ്വര്യം നിറഞ്ഞതായിരിക്കും. അപ്പോൾ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. വിവാഹം എന്നത് രണ്ട് വ്യക്തികളേക്കാൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകുന്നതാണ്. അത് രണ്ട് മനസ്സുകൾ തമ്മിൽ ഒന്നാകുന്നതാണ്. ജാതക പൊരുത്തവും മറ്റും നോക്കി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മനപ്പൊരുത്തത്തെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങണം. അതിനുശേഷം മാത്രമാണ് വിവാഹത്തിൻ്റെ കാര്യത്തിലും നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. പലപ്പോഴും പലരും മനപ്പൊരുത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് ജാതക പൊരുത്തത്തിനാകയാൽ ആണ് ഇന്ന് വിവാഹമോചനങ്ങൾ കൂടിക്കൂടി വരുന്നത്. എങ്കിലും ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ പലപ്പോഴും നമ്മൾ തന്നെ ഒരു കാരണമാകാറുണ്ട്. അവയിൽ ഭർത്താവ് ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്ന ന്യായമായ ചില കാരണങ്ങളുണ്ട്. അതുകൂടാതെ ഭാര്യ ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. അവ എന്തൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയിട്ട് പഠിക്കാം. പ്രത്യേകിച്ച് 40-ന് ശേഷം പലരിലും പല വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ബന്ധത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും അവയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിശ്വാസമാണ്. വിശ്വാസം എന്നത് വളരെയധികം അത്യാവശ്യമായി ബന്ധങ്ങളിൽ വേണ്ടതാണ്. ഇത് ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിന് അനിവാര്യം തന്നെയാണ്. എന്നാൽ പലപ്പോഴും പ്രായം കൂടുന്തോറും ഭർത്താക്കന്മാർ തൻ്റെ ഭാര്യയുടെ വിശ്വാസ്യത കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഈ പ്രായത്തിൽ വിവാഹമോചനത്തിലേക്ക് കടക്കുന്നതിനെ കുറയ്ക്കാൻ ഇത്തരം കാര്യങ്ങൾ സഹായിക്കുന്നു. രണ്ടാമത്തെ കാര്യം സത്യസന്ധതയാണ്. മറ്റൊന്ന്, ഏത് ബന്ധത്തിലും അനിവാര്യം തന്നെയാണ് സത്യസന്ധത എന്നുള്ളത്. പലപ്പോഴും ഇന്നത്തെ കാലത്ത് അധികം കാണാൻ സാധിക്കാത്തതും ഈ സത്യസന്ധത തന്നെയാണ്. പക്ഷെ പുരുഷൻ എപ്പോഴും സത്യസന്ധത ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നു. പുരുഷൻ മാത്രമല്ല സ്ത്രീയും. എന്നാൽ ഇതൊരിക്കലും പുരുഷൻ്റെ മാത്രം ഒരു കുത്തകയായിട്ട് നമുക്ക് കാണാനായിട്ട് തരാം. സ്ത്രീകളും സത്യസന്ധത പുരുഷന് കൃത്യമായ ആശയവിനിമയം പരസ്പരം രണ്ടുപേരും നടത്തുന്നത് വഴി സത്യസന്ധതയും ബന്ധങ്ങൾ ദൃഢമാകാനും ഇതൊരു കാരണമായി മാറും. ഇനി അടുത്തത് നോക്കാനുള്ളത് പരസ്പരം മനസ്സിലാക്കുക. പരസ്പരം മനസ്സിലാക്കുന്നതാണ് മറ്റൊന്ന്. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പരസ്പരം മനസ്സിലാക്കുന്നതിന് ശ്രദ്ധിക്കണം. എന്നാൽ അത് പലപ്പോഴും നടക്കാത്തതാണ് നമ്മുടെ ബന്ധങ്ങളിൽ വെള്ളം വീഴ്ത്തുന്നത്. പരസ്പരം മനസ്സിലാക്കാൻ പ്രയാസപ്പെടുമ്പോഴാണ് അത് ഭാര്യ ഭർത്താക്കന്മാരെ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ തുടക്കത്തിലെ പരസ്പരം മനസ്സിലാക്കുന്നത് ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ബന്ധങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും സാധിക്കുന്നതാണ്. അതുകൂടാതെ ഇനി അടുത്ത് പരസ്പരം കെയർ ചെയ്യുക. രണ്ടുപേരും പരസ്പരം കെയർ ചെയ്യുക. പരസ്പരം കെയർ ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരു ബന്ധത്തിലെ അനിവാര്യ ഘടകം. പരസ്പരം കെയർ ചെയ്യുന്നതും അതുവഴി മുന്നോട്ട് പോകുന്നതും എല്ലാം നമ്മുടെ ബന്ധത്തിൻ്റെ ആഴത്തെ സൂചിക്കുന്നു. പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കുക, പരസ്പരം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം. ഇനി അടുത്ത നമ്മൾ നോക്കാനുള്ളത് ബഹുമാനമാണ്. അതായത് പരസ്പരം ബഹുമാനം ഒരു ബന്ധത്തിൽ അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ആ ബന്ധം മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം പരസ്പരം ബഹുമാനത്തോടെ മുന്നോട്ട് പോകുക എന്നത് ഭാര്യയുടെ മാത്രമല്ല ഭർത്താവിൻ്റെയും ഉത്തരവാദിത്തം. അപ്പോൾ രണ്ടുപേരുടെ ഒരു കൂട്ടുത്തരവാദിത്യമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നടപ്പാക്കുക. ഇതുവഴി നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും ബന്ധം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അടുത്തത് സ്നേഹമാണ്. സ്നേഹം എന്നത് വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അല്ലാത്ത പക്ഷം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ വന്നാൽ അത് ജീവിതത്തിൽ താളപ്പിഴകൾ വരുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് മാത്രമല്ല ഭർത്താവിനും ഭാര്യയോട് ഇതേ സ്നേഹം വേണം. എന്നാൽ മാത്രം നല്ല രീതിയിൽ ഒരു ബന്ധം മുന്നോട്ട് പോകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഭാര്യ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബബന്ധം നമുക്കൊരു സ്വർഗീയ അനുഭൂതിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കുടുംബബന്ധവും നല്ലൊരു ജീവിത ലക്ഷ്യങ്ങളും നേടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.